മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു നേട്ടത്തിന്റെ തോതൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് 50-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവിലേക്ക് നിഫ്റ്റി 50 മാറുകയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു എക്സ്പയറി ഡേ ആണ്. കൂടുതൽ ഇടിവ് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ടെക്നിക്കലി നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നേരിയ തോതിലുള്ള ഇടിവ് ഏകദേശം 0.23% ഇടിവാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം ന്യൂട്രലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിയർ ടേം സപ്പോർട്ടായി 25,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാം. ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയിൽ 24,407 എന്നതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ നെക്സ്റ്റ് ഹഡിലായ 25,434 എന്ന മേഖല സ്ട്രോങ് ആയി ക്ലോസ് ചെയ്യാം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടു മീഡിയം ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് എക്സ്പെർട്സ് പങ്കുവെക്കുന്നത്. ഇനി മാർക്കറ്റ് ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇടിവാണെങ്കിൽ പോലും ചില സ്റ്റോക്സിലെല്ലാം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ മോർണിംഗ് ഹവേഴ്സിൽ നമ്മൾ സൂചിപ്പിച്ച മാർക്കറ്റ് സ്ക്രീനിൽ സൂചിപ്പിച്ച ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സ്റ്റോക്സിലെല്ലാം നല്ലൊരു മൊമെന്റം ബിൽഡപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ റീസെന്റ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്ന ബ്ലാക്ക് ബക്ക് പോലുള്ള സ്റ്റോക്സിലെല്ലാം പ്രോപ്പർ വോളിയം ആക്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിലെല്ലാം ഇടിവാണെങ്കിൽ പോലും സ്റ്റോക്ക് സ്പെസിഫിക് ആയ ആക്ഷൻസ് ലഭിക്കുന്ന ഒരു മാർക്കറ്റ് സെനാരിയിലൂടെയാണ് കറന്റ് നമ്മൾ കടന്നു പോകുന്നത്. അഗെയിൻ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 56,700 എന്നുള്ളൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 56,495 എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള സഫാന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം റീസെന്റ് 56,391 എന്ന സ്ട്രോങ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയാണ് റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ 29th സെപ്റ്റംബർ മുതൽ കണ്ടിന്യൂസ് വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം മൊമെന്റം കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 56,391 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം കാണാൻ സാധിക്കുമെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. സഫാൻ, റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്ന HCL ടെക് തന്നെയാണ് ഇന്ന് നിഫ്റ്റി 50 ഒരു ടോപ്പ് ഗെയിനർ ആയിട്ടുള്ളത്. ഏതാണ്ട് 1.63% ഒരു മുന്നേറ്റം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്നിക്കലി HCL ടെക്കിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 27th ജൂണിലാണ് ഒരു ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കാലിന് ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റീസെന്റ് ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഒരു വോളിയം ബിൽഡപ്പ് കാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ 1504 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന് മുകളിലാണ് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 1% മുന്നേറ്റമാണ് കറന്റ് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഒരു പ്രോപ്പർ വോളിയം ആക്ഷൻ ഈ ഒരു സ്റ്റോക്കിൽ കറന്റ് മിസ്സിംഗ് ആണ്. അത് കറന്റ് ഒരു പ്രോപ്പർ ക്ലോസിംഗ് കാലിലാണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു റാലി ഒരു ഷോർട്ട് ടേം റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഗൈൻ സഫാൻ, ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു സ്റ്റോക്ക് ജസ്റ്റ് ഡയൽ ആണ്. ജസ്റ്റ് ഡയലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇപ്പോൾ 5% ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. മിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. എസ്പെഷ്യലി പ്രോഫിറ്റിലൊക്കെ തന്നെ ഒരു ഫോൾ ആണ് നമ്മൾ Q2 കണ്ടത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ നേരിയ മുന്നേറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എബിഡയിലും സമാനമായിട്ടുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കലി ഈ ഒരു ഇടിവ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് എത്രമാത്രമാണ്? ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റഡി പർപ്പസിനായി ഇതിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 15th ജൂലൈയിലാണ് ഒരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനുശേഷം 952 എന്നതൊരു ഹഡിലായി ആക്ട് ചെയ്ത് വീണ്ടും ഒരു സ്റ്റോക്കിൽ മൊമെന്റം ബിൽഡപ്പ് ക്യാൻഡിൽസ് ഫോം ചെയ്തെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. 864 എന്നത് ഷോർട്ട് ടേം റിജക്ഷൻ സോണായി ആക്ട് ചെയ്ത് ലാസ്റ്റ് ഒരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിംഗ് ലഭിക്കാതെ അതായത് ആ ഒരു ലെവൽ 854 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി തന്നെ ആക്ട് ചെയ്ത് ഇന്ന് വീണ്ടും ഒരു നല്ലൊരു സെൽ ഓഫ് 4.5% സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇന്നത്തെ സെല്ലിംഗ് പ്രഷറിലും നല്ലൊരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ ഇനി ഒരു പോസിറ്റിവിറ്റി നടക്കണമെങ്കിൽ 864 952 എന്ന ഹഡിൽസ് മറികടക്കണം. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. സഫാൻ, മറ്റൊരു പെർഫോമൻസ് നടത്തുന്ന സ്റ്റോക്ക് 1.5% കൂടുതൽ ടാറ്റ സ്റ്റീലാണ്. 174 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ടാറ്റ സ്റ്റീൽ നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവറിലും അതോടൊപ്പം തന്നെ മാർക്കറ്റ് പ്ലേസിലും ഒക്കെ തന്നെ ഒരുപാട് പ്രേക്ഷകർ ക്വയറിയുമായിട്ട് എത്താറുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ ഈ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത എത്രമാത്രമാണ്?
ടാറ്റ സ്റ്റീലിലേക്ക് വരുന്നതിന് മുമ്പ് മെറ്റൽ ഇൻഡെക്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 3 സെപ്റ്റംബറിലാണ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കാലിന് ഫോം ചെയ്തത് ഈ ഒരു മേഖലയിൽ. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 26th സെപ്റ്റംബറിലാണ് ഒരു മദർ കാലിന് ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽ വീണ്ടും ഒരു അപ്സൈഡ് അതായത് ന്യൂ ഹൈ രേഖപ്പെടുത്തി. അത് മെറ്റൽ ഇൻഡെക്സ് നല്ലൊരു സ്ട്രോങ് പെർഫോമൻസ് ആണ് റീസെന്റ് കാണാൻ സാധിക്കുന്നത്. എക്സ്പെർട്സ് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മേഖലയായിട്ടാണ് മെറ്റലിനെ അനലൈസ് ചെയ്യുന്നത്. കൂടാതെ ഇനി ടാറ്റ സ്റ്റീലിലേക്ക് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഇൻഡെക്സിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത സെയിം ഡേ ആണ് ടാറ്റ സ്റ്റീലിൽ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ 3 സെപ്റ്റംബറിലാണ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. കൂടാതെ 165 എന്നത് ഒരു പ്രോപ്പർ റീറ്റേൽ സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കണം, ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറന്റ് ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ടാറ്റ സ്റ്റീൽ പോസിറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ഒരു പുൾ ബാക്ക് റാലി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. സഫാൻ, അവസാനമായിട്ട് റെഡിംഗ്ടനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ 2.25% ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. റെഡിംഗ്ടന്റെ ഒരു ചാർട്ട് പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് ജൂണിലാണ്, ഈ വർഷം ജൂണിലാണ് 334 രൂപ എന്നുള്ളൊരു ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറേ മാസങ്ങളായിട്ട് സ്റ്റോക്കിൽ ഒരു കൺസോളിഡേഷൻ ആണ് നമ്മൾ കണ്ടത്. പിന്നെ ഒരു 2 ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു 8% മുന്നേറ്റവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റെഡിംഗ്ടനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 273 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? കറന്റ് ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. 300 എന്നത് ഒരു ഹഡിലായും 257 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലായിട്ടാണ് കണ്ടിന്യൂസ് റേഞ്ച് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ സൂചിപ്പിച്ച പോലെ മൊമെന്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ദിവസം സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു മോർ അപ്സൈഡ് റാലി പോസിബിലിറ്റിയാണ് എക്സ്പേർട്സ് പങ്കുവെക്കുന്നത്. കറന്റ് വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം ന്യൂട്രലാണ്. ലാസ്റ്റ് 2 days ആയിട്ട് വോളിയം ഇടിവാണെങ്കിൽ പോലും ന്യൂട്രൽ ഇൻഡിക്കേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെന്റ് റാലി തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് സഫാൻ. ഓക്കെ, താങ്ക് യു. സഫാനാണ് മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് നൽകിയത്. സർ, ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല എന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമായിട്ട് കണക്കാക്കുക. ഏതായാലും ഇന്നത്തെ ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.